മുണ്ടക്കൈ ദുരന്തത്തിലെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിന് മാനദണ്ഡങ്ങളായി. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടയാൾക്ക് സുരക്ഷിതമായ സ്ഥലത്ത് വേറെ വീടുണ്ടെങ്കിൽ പുനരധിവാസത്തിന് അർഹതയുണ്ടാകില്ല. വീട് നശിച്ചതിനുള്ള 4 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തിന് മാത്രമേ ഇവർക്ക് അർഹതയുള്ളൂ. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് പുനരധിവാസ പ്രകാരം വീട് നൽകും. സുരക്ഷിത മേഖലയിലുള്ളതും ഭാഗികമായി നശിച്ചതുമായ വീടുകളിൽ താമസിക്കുന്നവർക്ക് പുനരധിവാസത്തിന് അർഹതയില്ല. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാജു, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? ദുരന്ത നിവാരണ വകുപ്പാണ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയത്. ഇത് വയനാട് ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. ഇത് പ്രകാരം ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് സുരക്ഷിതമായ സ്ഥലത്ത് മറ്റു വീടുണ്ടെങ്കിൽ പുനരധിവാസത്തിന് അർഹതയില്ല. വീട് നശിച്ചതിനുള്ള 4 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം മാത്രമേ അവർക്ക് അർഹതയുള്ളൂ. ദുരന്ത മേഖലയിൽ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെങ്കിൽ വാടകക്കാരന് പുതിയ വീടിന് അർഹതയുണ്ട്. വാടക വീടുകളിൽ താമസിച്ചിരിക്കുന്നവർക്ക് പുനരധിവാസ പ്രകാരം വീട് നൽകും. വാടകയ്ക്ക് വീട് നൽകിയ ആളിന് വേറെ വീടില്ലെങ്കിൽ അവർക്കും പുതിയ വീട് അനുവദിക്കും. ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണത്തിലിരുന്ന വീടുകൾ നശിക്കുകയോ നോ ഗോ സോണിലോ ആണെങ്കിൽ പുതിയ വീട് നൽകും. ഒരു വീട്ടിൽ താമസിക്കുന്ന കൂട്ടുകുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ പുതിയ വീട് നൽകും. സുരക്ഷിത മേഖലയിലുള്ളതും ഭാഗികമായി നശിച്ചതുമായ വീടുകളിൽ താമസിക്കുന്നവർക്ക് പുനരധിവാസത്തിന് അർഹതയുണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്ന സർക്കാർ ഉത്തരവാണ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്.